ഒരു 5 മിനിറ്റോളം നല്ല ചട്ടപ്പെട്ടേന്നായിരുന്നു കാര്യങ്ങൾ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എന്തായാലും അടിപൊളിയാണ് സംഭവം. അപ്പൊ ഇത്രയും നല്ല വൃത്തിയായിരുന്നു പൊട്ടെന്ന് നമ്മൾ വിചാരിച്ചില്ല. ശരിക്കും നല്ല രസമുണ്ടായിരുന്നു. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ +2 പബ്ലിക് എക്സാം മാത്സിന്റെ റിവ്യൂ ആണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ നല്ല വൈകി എനിക്കറിയാം. അതിന്റെ മെയിൻ റീസൺ എൻ്റെ കണ്ണ് കണ്ടു. കണ്ണിന്റെ പ്രശ്നം കാരണമാണ് വീഡിയോ ഇത്ര ഡിലേ ആയത്. എനിവേ ഇന്നലെ ഇതിനേക്കാളും എക്സാമിന്റെ ദിവസം ഇതിനേക്കാളും കുറച്ചും കൂടി മോശം അവസ്ഥയായിരുന്നു. എനിവേ ഇന്ന് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എക്സാം എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ എക്സാമിനെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. എനിക്ക് ഭയങ്കര ഷോക്കായിരുന്നു. ഭയങ്കര പൊട്ട എക്സാം ആയിട്ട് എനിക്ക് തോന്നിയത്. ഭൂരിപക്ഷം ആൾക്കാരുടെ കൂടെ തന്നെയാണ്. എനിക്ക് നല്ല ടഫായിരുന്നു. എനിക്ക് എക്സ്ട്രീം ലെവൽ ടഫായിട്ട് തന്നെ എനിക്ക് തോന്നി. മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത കുറേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അല്ലെങ്കിൽ സ്ഥിരമായി ചോദിക്കുന്ന കുറച്ച് പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് എന്നല്ല, ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ല ഇത്തവണ ചോദിച്ചത്. കാരണം അതിൽ നിന്നൊക്കെ വേറെ തന്നെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. പിന്നെ മറ്റേ ലാബിൽ കാണുന്ന ഒരു ഗ്രാഫിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും അതൊന്നും തിരിഞ്ഞിട്ടേ ഇല്ല. പിന്നെ പ്രോബബിലിറ്റി മറ്റേ ഞാൻ ക്വസ്റ്റ്യൻസ് നോക്കിയപ്പോൾ അത്യാവശ്യം സിമ്പിൾ തന്നെയാണ് വരുന്നത്. പിന്നെ ഒരു മെയിനായിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് പാറ്റേണും ഉണ്ട്. ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് വായിച്ചിട്ട് തന്നെ ഒന്നും തിരിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ പ്രോബബിലിറ്റി കംപ്ലീറ്റ് സ്കിപ്പ് ചെയ്തു. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ പോലും അറ്റൻഡ് ചെയ്തിട്ടില്ല. അതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഈ 12ാമത്തെ ഒരു പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ 3 മാർക്കിൻ്റെ. അയ്യോ, അത് സത്യം പറഞ്ഞാൽ അത് ഒരുപാട് ചെയ്യാനുള്ള ക്വസ്റ്റ്യനാണെന്ന് എനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനത് ചെയ്തിട്ടില്ല, ഞാൻ സ്കിപ്പ് ചെയ്തു. കുറേ പേര് ചെയ്തിട്ട് ആൻസർ കിട്ടിയിട്ടില്ല, സ്റ്റക്കായി പോയി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ അത് തൊട്ടിട്ടില്ല. എനിക്ക് കാണുമ്പോൾ തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു മിക്കവാറും അത് ചെയ്തെങ്കിൽ എനിക്ക് ടൈം ഒട്ടും, അല്ലെങ്കിൽ എനിക്ക് ടൈം മാനേജ്മെന്റ് ഭയങ്കര ഇഷ്യൂ ആണ്. കാരണം ഫിസിക്സ് വരെ എനിക്ക് കുറച്ച് ടഫായത്, കുറച്ചധികം ടഫായത് ടൈം മാനേജ്മെന്റിന്റെ ഇഷ്യൂ കാരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത് ചെയ്യാൻ വേണ്ടി പോയിട്ടില്ല. പിന്നെ ഇതിൽ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഭയങ്കര ഫ്ലോപ്പായിരുന്നു ഈ പേപ്പറിൽ. കാരണം അത്യാവശ്യം ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ വരെ ഒരു മാർക്ക്, അതൊക്കെ ഭയങ്കര പൊട്ട മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് എനിക്ക് തോന്നിയത്. കാര്യം പറയാലോ. പിന്നെ ഇതിൽ മറ്റെന്താ 18ാമത്തെ dy/dx കണ്ടുപിടിക്കുന്നത്, അതിനൊക്കെ 1 മാർക്കാണ് ഈ ക്വസ്റ്റ്യൻ. അതൊക്കെ ഭയങ്കര മോശമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയത്. പിന്നെ ഇതിൽ 6ാമത്തെ ക്വസ്റ്റ്യൻ എനിക്ക് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, അത് തെറ്റിയോ ഡൗട്ടുണ്ട്. അതിപ്പം ജസ്റ്റ് 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഹാഫ് മാർക്കൊക്കെ കിട്ടേണ്ട ഒരു ഭാഗ്യമുണ്ടായിരുന്നു. ഇപ്പോൾ 1 മാർക്കിൻ്റെ കൊണ്ട് അത് കിട്ടാനും വഴിയില്ല. ചെറിയ കെയർലെസ് മിസ്റ്റേക്സും ഉണ്ട് പറ്റുന്നത്. അങ്ങനെ പേപ്പർ കണ്ട് ടെൻഷനായിട്ട് കുറേ കെയർലെസ് മിസ്റ്റേക്ക് എനിക്ക് പറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിൽ എനിക്ക് ആകെ കുറച്ച് തമ്മിൽ ഭേദമായിട്ട് തോന്നിയത് മെട്രിക്സ് എന്ന് വെച്ച ക്വസ്റ്റ്യൻസും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ബാക്കിയൊക്കെ ഫ്ലോപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു, ഒരു ലൊട്ട മാർക്ക് ഡിസ്ട്രിബ്യൂഷനും. പിന്നെ ഇതിൽ 9ാമത്തെ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ, അത് കോഫാക്ടറിൻ്റെ. അത് സത്യം പറഞ്ഞാൽ എന്താ പറയുക, 1 മാർക്കിനുള്ളതല്ലല്ലോ അത്. അതിനേക്കാളും ചോദിച്ചൂടെ? 1 മാർക്കിനെന്ന് എനിക്ക് തോന്നുന്നില്ല സത്യം പറഞ്ഞാൽ. പിന്നെ ഇതിൽ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ കംപ്ലീറ്റ് സ്റ്റാർട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി പോയിരുന്നു, പക്ഷെ പറ്റിയിട്ടില്ല. ടൈം മാനേജ്മെന്റ് ഒരു ഇഷ്യൂ, പിന്നെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടൊക്കെ കാരണം എനിക്കത് എഴുതാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ എക്സാം. എനിക്ക് നല്ല ടഫായിരുന്നു. നല്ലത് വെച്ചാൽ ഒരു വല്ലാത്തൊരു പേപ്പറായിട്ട് എനിക്ക് തോന്നിയത്. ഇത് സിമ്പിള് കാര്യം പറയുന്നു എനിക്ക് തോന്നുന്നില്ല. കാരണം എന്തായാലും ഇത് സിമ്പിളൊന്നല്ല. കാരണം ടഫ് പേപ്പർ തന്നെയാണ്. ആവറേജ് എന്ന് എനിക്ക് പറയാൻ കഴിയില്ല, ആവറേജും അല്ല, ടഫ് തന്നെയാണ് എനിക്ക് തോന്നിയത്. എനിക്ക് എസ്പെഷ്യലി ഞാൻ മാത്സിൽ ബിലോ ആവറേജ് അല്ലെങ്കിൽ ആവറേജ് സ്റ്റുഡൻറ്റാണ്. എന്നെ സംബന്ധിച്ചത് ഭയങ്കര പൊട്ട പേപ്പറായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം +1 മാർക്കുള്ളതുകൊണ്ട് മാത്രം ഈ എക്സാം ജയിച്ചു പോകുന്ന എനിക്ക് തോന്നുന്നത്. എനിക്ക് എന്തായാലും ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ഇത് വെച്ച് നോക്കുമ്പോൾ ഫാർ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത്. ഫിസിക്സും കെമിസ്ട്രിയും ഈ മാത്സ് വെച്ച് നോക്കുമ്പോൾ ഓക്കെ ആയിരുന്നു. മാത്സ് ഒരു വല്ലാത്തൊരു എക്സാം ആയിട്ട് എനിക്ക് തോന്നിയത്. ഇനി ആർക്കെങ്കിലും ഈസി ആയിട്ട് തോന്നിയെങ്കിൽ കമന്റിൽ പറയാം. എനിക്ക് എന്തായാലും ഭയങ്കര പാടായിട്ട് തന്നെ തോന്നിയത്. പിന്നെ കുറേ റിവ്യൂസും കുറേ പേരുടെ മറ്റേ പോളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനും ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ ഭൂരിഭാഗം ആളും ടഫ് എന്നുള്ള അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. സിമ്പിൾ എന്നൊക്കെ ഭയങ്കര കുറവ് ആൾക്കാരാണ് പറയുന്നത്. പിന്നെ എജുബോർഡിന്റെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സാം പൊതുവേ ടഫാണെന്ന്. അപ്പം വാല്യുവേഷൻ ലിബറൽ ആക്കാൻ ചാൻസ് ഇല്ലല്ലോ. കാരണം
മറ്റേ ട്രിപ്പിൾ വാലുവേഷനും അങ്ങനെ ഇങ്ങനെയൊക്കെ അല്ലേ. അപ്പം വാലുവേഷൻ എന്തായാലും ലിബറൽ ആക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല, എനിക്ക് ആ പ്രതീക്ഷയൊന്നുമില്ല. അപ്പോൾ അത്ര തന്നെ. +1 എന്തായാലും വലിയ തിരക്കേടില്ലാത്ത മാർക്ക് മേടിച്ചുകൊണ്ട് ഈ എക്സാം പാസ്സാവുമായിരിക്കും. പക്ഷെ എനിക്ക് വലിയ ഇതിലെ മാർക്കിൽ എനിക്ക് യാതൊരു എക്സ്പെക്ടേഷനും ഇല്ല. അയ്യോ, കാരണം എനിക്ക് നല്ല ടഫായിരുന്നു. എനിക്ക് ഈ പേപ്പർ ഇപ്പം കാണുമ്പോൾ തന്നെ എനിക്കൊരു എന്തോ ഒരു ഇതാണ്. എനിക്ക് എന്തായാലും ഭയങ്കര പൊട്ട എക്സാം ആയിട്ട് തോന്നിയത്. നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും കമന്റ് ബോക്സിൽ പറയാം. പിന്നെ ദയവ് ഇതിന്റെ ആൻസർ ഒന്ന് ഡിസ്കസ് ചെയ്യരുത്. കാരണം ഒന്നാമത് മൊത്തം തെറ്റിയിട്ടുണ്ട് എനിക്ക്. ഇനി ആകെ എഴുതി തോന്നിയ മെട്രിക്സ് വരെ തെറ്റിന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് പിന്നെ ഉള്ള പ്രതീക്ഷയും കൂടി പോകും. അപ്പം എന്തായാലും ആൻസർ കീ ഒന്നും എന്തായാലും ഞാൻ നോക്കാൻ നിൽക്കുന്നില്ല. നിങ്ങൾ ആരെങ്കിലും നോക്കിയോ എന്നൊക്കെ പറയാം. എന്തായാലും ആൻസർ ഡിസ്കസ് ഒന്നും ചെയ്യണ്ട. അപ്പോൾ ഇതാണ് എൻ്റെ മാത്സ് എക്സാമിൻ്റെ റിവ്യൂ. എനിക്ക് ഭയങ്കര പൊട്ട എക്സാം തന്നെയായിരുന്നു. നിങ്ങൾക്ക് എന്തായാലും എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാം. ഒപ്പീനിയൻ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയാം. സോ ദാറ്റ്സ് ഇറ്റ്. ബൈ.